ഹലോ ഹബീബി, ഒരു കഥ சொல்லட்டுமா? എ ഷോർട്ട് സ്റ്റോറി അബൌട്ട് മീ പ്ലിങ് ഔട്ട് ചായകുടി അറ്റ് പാതിരാത്രി. സമയം ഇപ്പം ഏതാണ്ട് പാതിരാത്രി വെളുപ്പാങ്കാലത്തിന് മീറ്റ് ചെയ്യാൻ നിൽക്കുന്ന ടൈമേ, അതായത് രണ്ടും ഘട്ടം മിഡ്നൈറ്റില്ലേ അല്ലത്. എല്ലാ വീക്കെൻഡിലും പാതിരാത്രി വെള്ളാട്ടപ്പോക്കരെ പോലെ ഒന്ന് പുറത്തിറങ്ങി 10 മനുഷ്യന്മാരെ പേടിപ്പിച്ചില്ലുണ്ടല്ലോ ഒരു സുഖവുമില്ല. എന്നാലോ എനിക്കാണേ ഒറ്റയ്ക്ക് പുറത്തിറങ്ങാൻ നല്ല പേടിയും. അടുത്ത് കിടന്നുറങ്ങുന്ന ഹ്യൂമൻ ബീങ്ങിനെ വിളിച്ച് എണ്ണീപ്പിച്ച് ഒന്ന് നടക്കാൻ ഇറങ്ങിയാലോ എന്ന് ചോദിച്ചപ്പോൾ പറയാ പർപ്പസ്ഫുള്ളി അല്ലാതെ മിഡ്നൈറ്റിൽ എങ്ങോട്ടും സഞ്ചരിക്കില്ല പോലും. എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ, കയ്യിൽ കിട്ടിയ തുണ്ട് കടലാസിൽ സാധനം മേടിക്കാനുള്ള ഒരു നീണ്ട ലിസ്റ്റും സെറ്റാക്കിയിട്ട് അന്നേരം തന്നെ സഞ്ചി എടുത്ത് ആ ഹ്യൂമൻ്റെ കാലിലേക്ക് വീണ് കരഞ്ഞ് നില വിളിച്ച് എണ്ണീപ്പിച്ച് നടക്കാനിറങ്ങി. പിന്നെ അപ്പത്തെ പോലെ ചായ മേടിച്ച് തരാന്നുള്ള മോഹന വാഗ്ദാനവും കൊടുത്തു. ഡിസ്കൗണ്ട് സെൻറ്ററിലോട്ടെ വെച്ച് പിടിച്ച് പോകുന്ന വഴിക്ക് കഫറ്റീരിയ കണ്ടപ്പോൾ ചായയോ കാപ്പിയോ എന്തൊക്കെയോ വേണമെന്ന് ആക്ഷൻ കാണിക്കുന്ന സഹജീവിനെ ഞാൻ ഡിസ്കൗണ്ട് സെൻറ്ററിൻ്റെ മുകളിൽ കൂടെ നടക്കുന്ന മിന്നി മിന്നി കത്തുന്ന ബൾബില്ലേ അത് കാണിച്ച് മൈൻഡ് വയ്യടായിവട്ടെ. എൻ്റെ നീണ്ട ലിസ്റ്റിൽ സാധനങ്ങൾ തപ്പിയെടുത്ത് മടുത്ത് ഒരു കേസ് വെള്ളം ആവശ്യം ഉണ്ടായിട്ടല്ല, എന്നാലും ഇരിക്കട്ടെ ഒരു വെയിറ്റിന്. പിന്നെ പാത്രം കഴുകുന്ന പാതയുള്ള ഒരു ബോട്ടിൽ സൂത്രം. പരിഷ്കാരികൾ ഡിഷ് വാഷർ എന്നൊക്കെ പറയും, അത് തന്നെ. ഇത്രയും സാധനങ്ങളായിരുന്നു എൻ്റെ ലിസ്റ്റിലുണ്ടായിരുന്നതേ. പിന്നെ ഒന്നും മേടിച്ചില്ലെങ്കിൽ ഇവിടെ മുഴുവൻ കറങ്ങി നടന്ന് കാണാനേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കറക്കം കഴിഞ്ഞ് കാലുവേദന വർത്താനം പറഞ്ഞ് വേദന എടുത്തപ്പോഴത്തേനുണ്ടല്ലോ ബില്ലടച്ച് തിരിച്ച് നടന്നു. പിന്നെ റൂമിലേക്ക് പോകാനുള്ള ത്വരയായിരുന്നേ. സ്വഭാവം ഏലിയൻ്റെ ഒക്കെ ആണെങ്കിലും കൂടെ വന്നൊരു ഹ്യൂമൻ അല്ലേ എന്നോർത്ത് ആൾക്കൊരു സുലൈമാനി മേടിച്ചു കൊടുത്ത് ഞാൻ പിന്നെ പാൽച്ചായ കുടിക്കാറുള്ളൂ. അങ്ങനെ ചായ എടുത്ത് വായിൽ വെച്ചപ്പോഴാണ് കാര്യം ബോധിച്ചത്. പണി പാലുംവെള്ളത്തിൽ എന്ന് പറയുന്നത് ശരിയായിരുന്നു എന്ന്. ഇതിലും വേദം നേരത്തെ മേടിച്ച ഡിഷ് വാഷർ എങ്ങാനും കലക്കി കുടിച്ചാൽ മതിയായിരുന്നു ഓർത്തെ എൻ്റെ പൊന്നു ദൈവങ്ങളെ. അങ്ങനെ കുടിച്ച കട്ടൻ്റെയും കുടിക്കാത്ത ചായയുടെയും പൈസ കൊടുത്ത് തിരിഞ്ഞപ്പോഴാണ് നേരെ ഓപ്പോസിറ്റ് ഒരു കാര്യം കണ്ടതേ. അഡ്നോക്കിൻ്റെ പമ്പ്. പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല കേട്ടോ, വേറൊരു സാധനത്തിൻ്റെ കേട്ടാ. ക്യാപ്പച്ചിനോ മേടിച്ച് തന്നാലേ പറ്റുള്ളൂ പറഞ്ഞ് അവിടെ നിന്ന് കരഞ്ഞ് കാലും പിടിച്ച് കാറി കൂകി അവസാനം സാധനം മേടിച്ചെടുത്ത്. പക്ഷേങ്കിലേ ബില്ല് പേ ചെയ്യാൻ പറഞ്ഞപ്പോൾ ആളെൻ്റെ മുഖത്തോട്ട് നോക്കി. അങ്ങെടുത്ത് വീശാശാനെ ഇന്നും റിച്ചല്ലേ എന്ന് പറഞ്ഞേ നൈസായിട്ടൊക്കെ ഞാൻ സ്കിപ്പായി. 2 ദിറംസിന്റെ സുലൈമാനി മേടിച്ചെന്ന് 12 ദിറംസിന്റെ ക്യാപ്പച്ചിനോ എന്നെയും കൊണ്ട് മേടിപ്പിച്ചല്ലേടി എന്നുള്ള രീതിക്ക് നോട്ടമൊന്നും ഞാൻ മൈൻഡ് ചെയ്തില്ല കേട്ടാ. അപ്പം ഇതിൽ നിന്ന് കിട്ടിയ ഗുണമാനം എന്നാന്ന് വെച്ചാലേ പാതിരാത്രി ഇങ്ങനെ വൈവടിക്കാൻ ഇറങ്ങുമ്പോഴത്തേക്കിനെ വാലറ്റ് എടുക്കരുത്, പകരം എന്നെ പോലെ ചില്ലറ എടുത്താൽ മതി. ആൾക്കാർ നമ്മളെ ചില്ലറക്കാരിയാന്ന് വിചാരിച്ചാലും കുഴപ്പമില്ലെന്ന്. സ്റ്റോറി ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യണേ. സൈനിങ് ഓഫ്, പ്രവാസിക്കുട്ടി.